പെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുക. പെരുന്നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിന് വർഷത്തിൽ ആഘോഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം അത് ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ പ്രതിഫലാർഹമായി തീർക്കാൻ ചില സുന്നത്തുകൾ കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഏതാനും ചില സുന്നത്തുകൾ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തേത്, നമ്മൾ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ കുളിച്ചുകൊണ്ട് ശുദ്ധിയായി പുറപ്പെടുക എന്നുള്ളതാണ്. ഇത് മുസല്ല ഉണ്ട് എങ്കിൽ തീർച്ചയായും മുഴുവൻ ആളുകൾക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും അവിടെ പങ്കെടുക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമില്ലാത്ത ഹൈളുള്ള സ്ത്രീകളെ പോലും മുസല്ലയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് അവർ മാറി നിൽക്കും, ഖുതുബ ശ്രവിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുളിച്ച് ശുദ്ധിയായി പുറപ്പെടുക. പുരുഷന്മാരാണെങ്കിൽ അവർക്ക് സുഗന്ധവും മറ്റുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, നമ്മൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്ന സമയത്ത്, അതല്ലെങ്കിൽ മസ്ജിദിലേക്ക് പുറപ്പെടുന്ന സമയത്ത് വലിയ പെരുന്നാളിനാണ് എങ്കിൽ ഒന്നും കഴിക്കാതെ പുറപ്പെടുക എന്നുള്ളതാണ് സുന്നത്ത്. എന്നിട്ട് ഉദഹിയത്ത് ഉണ്ട് എങ്കിൽ ആ ഉദഹിയത്തിൻ്റെ മാംസം ആദ്യം കഴിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ധരിക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. പുതുവസ്ത്രം നിർബന്ധമുള്ള കാര്യമല്ല, മറിച്ച് ഏറ്റവും നല്ല വസ്ത്രം ഒരാൾക്കുണ്ട് എങ്കിൽ അത് ധരിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും നല്ല പുതുവസ്ത്രവും നല്ല മനോഹരമായ വസ്ത്രമൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ പൊതുവിൽ ദീനുൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ മര്യാദകൾ അവർ പാലിക്കാറില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല വസ്ത്രം ധരിക്കുന്നു, പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ കാണാം പുരുഷന്മാർ, ആൺകുട്ടികൾ, വലിയവരൊക്കെ നിര്യാണി വിട്ട് താഴെ വസ്ത്രം ധരിക്കുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് വൻപാപമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിര്യാണി വരെ നിങ്ങൾ വസ്ത്രം ധരിക്കാം, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ധരിക്കരുത്. അങ്ങനെയുള്ള പാൻറ്റുകളുണ്ട് എങ്കിൽ അത് കട്ട് ചെയ്ത് കൃത്യമായി ഭംഗിയാക്കി വെക്കുക, അതാണ് വേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പെരുന്നാൾ വസ്ത്രത്തിൻ്റെ പുറത്ത് ഒരു പർദ്ദ കൂടി നിങ്ങൾ ധരിക്കണം. പൂർണ്ണമായി ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ ഹിജാബും നിഖാബും ഒക്കെ ഇട്ടാണ് സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിലേക്ക് പോകേണ്ടത് എന്നുകൂടി മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുന്നത്താണ് തക്ബീർ എന്ന് പറയുന്നത്. തക്ബീർ നമ്മൾ പറഞ്ഞു, ഈദുൽ അദ്ഹക്ക് അറഫാ ദിവസത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സുബഹി നിസ്കാരം മുതൽ തന്നെ പ്രത്യേകമായ തക്ബീർ ചൊല്ലുന്നുണ്ട്. അതല്ലാത്ത ആദ്യത്തെ ദുൽഹിജ്ജ 10 ദിവസത്തിലുള്ള തക്ബീറുകൾ എല്ലാ നേരത്തും നമ്മൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഒക്കെ തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പുരുഷന്മാർ ഉച്ചത്തിലും സ്ത്രീകൾ പതുക്കെയും ചൊല്ലുക എന്നുള്ളതാണ്. അതുപോലെ സ്വഹാബികൾ ഈ ദിവസം പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പങ്കുവെക്കാറുണ്ടായിരുന്ന തഹ്നിയത്ത്, അതായത് പരസ്പരമുള്ള ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് ഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും എന്നുള്ളതാണ്. അഥവാ അല്ലാഹു എൻ്റെയും നിങ്ങളുടെയും അമലുകൾ സ്വീകരിക്കട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത്. അതോടൊപ്പം ഒരാൾ ഈദ് മുബാറക്ക് പോലെയുള്ള ആളുകൾ പൊതുവെ ഉപയോഗിച്ചു വരുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൽ പ്രതിഫലാർഹമായ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ പെരുന്നാളിന് പുറപ്പെടുമ്പോൾ ഒരു വഴിയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയും ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതും ഒരാൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദീൻ പറഞ്ഞെടുത്ത് നിന്നിട്ട് ആഘോഷിക്കണം. അതല്ലാതെ ആഘോഷം എന്നുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആളുകൾ ഡിഫൈൻ ചെയ്ത ആഘോഷങ്ങളല്ല. പാട്ടും സംഗീതവും അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രധാരണയിലൊക്കെയുള്ള മിതത്വമില്ലായ്മയും അതിൽ കാണിക്കുന്ന നിഷിദ്ധങ്ങളും അതുപോലെ ആളുകൾക്ക് അരോചകമായി തോന്നുന്ന പല കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ശരിയല്ല. പെരുന്നാളിന് മറ്റ് ഹറാമുകളൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച് നൽകിയിട്ടില്ല. പെരുന്നാൾ ദിവസം ഹറാമുകൾ ഹലാലാകുന്ന ദിവസവുമല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സന്തോഷകരമായ ഒരു പെരുന്നാൾ കൂടാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.